Welcome to Market Discussion of the Day. Today December 18, 2024, Wednesday ആണ്. സോ അത് മാത്രമല്ല ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകൾ വരാനുള്ള ദിവസം കൂടെയാണ് ഇന്നത്തെ ദിവസം. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷന് പോകുന്നതിന് മുന്നേ ആയിട്ട് ഒരു റിമൈൻഡറും കൂടെ, നമ്മുടെ അടുത്ത ബാച്ച് അടുത്ത ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ചയായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള ആൾക്കാർക്ക് ഉറപ്പായിട്ടും എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ ഉണ്ടാവും, അതിലെനിക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, നമ്മുടെ ഫണ്ടമെൻ്റൽ സൈഡിലോട്ട് നമ്മൾ നേരെ പോകുമ്പം എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ട് ഒരുപാട് ന്യൂസുകൾ ഇന്നത്തെ ദിവസം ഉണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത. ഇപ്പോൾ UK ടൈമിംഗ് ഇവിടെ 7 മണി കഴിഞ്ഞപ്പോൾ ഒരു 10-15 മിനിറ്റ് മുന്നേ ആയിട്ട് UK GBP CPI ഉണ്ടായിരുന്നു. ഓക്കെ, CPI വന്നത് പ്രീവിയസ് 2.3, ഫോർകാസ്റ്റ് 2.6, ആക്ച്വലി 2.6, ആ ഒരു റേഞ്ചിലാണ് CPIയുടെ ന്യൂസ് വന്നത്. ഓക്കെ, സോ അതേപോലെ തന്നെ യൂറോ സോണിൽ നിന്ന് CPI 10 മണിക്ക് ഉണ്ട്. അതിനുശേഷം നമുക്ക് ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് ഉണ്ട്. അതിനുശേഷം ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ട്. ഓക്കെ, ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റിനെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആണ് FOMC പ്രസ് കോൺഫറൻസ് എന്ന് പറയുന്നത്. ഇത് UK ടൈമിംഗ് 7 മണിക്കും 7:30 ആയിട്ടാണ് ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റും FOMCയും വരുന്നത്. പക്ഷേ ഇത് ഇന്ത്യൻ ടൈമിംഗ് 12 മണിക്കും 12:30 ആയിട്ട്. പക്ഷേ ഇത് കഴിഞ്ഞിട്ടുള്ള പ്രസ് കോൺഫറൻസ് ആണ് 12:30ക്കും 1 മണിക്കുമായിട്ട്. ഓക്കെ, ഇന്ത്യൻ ടൈമിംഗ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുള്ള FOMC പ്രസ് കോൺഫറൻസ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഓക്കെ, അപ്പോൾ അത് ഉറപ്പായിട്ടും ചിലപ്പം ഒരു ഡയറക്ഷണൽ ചേഞ്ചോ അങ്ങനെയൊക്കെ ഉണ്ടാക്കാനായിട്ട് പോസിബിൾ ആയിട്ടുള്ളൊരു ഒരു ന്യൂസാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ FOMC അല്ലെങ്കിൽ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ടിട്ട് നമ്മൾ ഇന്ത്യൻ ടൈമിംഗ് മിനിമം ഒരു 2-3 മണിക്കൂറിന് മുന്നേ ആയിട്ടെങ്കിലും നമ്മുടെ പൊസിഷൻസ് എല്ലാം ക്ലോസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നാളെ ഇതിലും കൂടുതൽ ന്യൂസുകളുള്ളൊരു ദിവസമാണ്. കാരണം നാളെ ഓൾ ഡേ യൂറോപ്യൻ ലീഡേഴ്സ് സബ്മിറ്റ് ഉണ്ട്. അതേപോലെ തന്നെ രാത്രി 2:30 മണിക്ക് UK ടൈമിംഗ് 2:30 മണിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. UK ടൈമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൻ്റർ ടൈമിൽ ഇന്ത്യൻ ടൈമിംഗ് 5.5 മണിക്കൂർ ഫ്രണ്ടിലാണ് ഇന്ത്യൻ ടൈമിൽ വരുന്നത്. അതുമാത്രമല്ല, നിങ്ങൾക്ക് ഏതൊരു എക്കണോമിക് കലണ്ടറിൽ ഏതൊരു സ്ഥലത്തു നിന്നാണോ നിങ്ങൾ നോക്കുന്നത് ആ ഒരു ടൈം ഫ്രെയിം ആയിരിക്കും ഇതിനകത്ത് കാണിക്കുന്നത്. ഓക്കെ, സോ ഇന്ത്യൻ ടൈമിംഗ് ബാങ്ക് ഓഫ് ജപ്പാൻ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ 2:30ക്കാണ് UK ടൈമിംഗ് വരുന്നത്. അതേപോലെ പ്രസ് കോൺഫറൻസ് വന്നിട്ട് 6:30 ജപ്പാനിലെ പ്രസ് കോൺഫറൻസ് വരുന്നത്. ഓക്കെ, സോ അതിനുശേഷം 12 മണിക്ക് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ട്. അപ്പോൾ അത് ആക്ച്വലി നോർമൽ കണ്ടീഷനിൽ നമ്മുടെ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റിന് ചേഞ്ചസ് ഒന്നും വരുത്തില്ലെന്നുണ്ടെങ്കിൽ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടും ചേഞ്ചസ് ഒന്നും വരുത്താറില്ല നോർമലി. ഓക്കെ, പക്ഷേ നാളെ എന്താ നടക്കാമെന്ന് നമുക്കറിയില്ല. ഓക്കെ, ആ സമയത്ത് GBPയിൽ മാറി നിൽക്കുക എന്നുള്ളതാണ്. അതിനുശേഷം US GDP അനൗൺസ്മെൻ്റ് ഉണ്ട്. അതിനുശേഷം ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം ഉണ്ട്. അതിനുശേഷം എക്സിസ്റ്റിംഗ് ഹോം സെയിൽസ് ഉണ്ട്. സോ അങ്ങനെ വിപുലമായ ഒരു ഡേ ആണ് നാളെയും ഉള്ളത്. സോ ഇന്നും നാളെയും എനിക്ക് റെക്കമെൻഡ് ചെയ്യാനുള്ളത് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും എന്നുള്ളതാണ്. കാരണം മറ്റന്നാൾ നമുക്ക് നല്ലൊരു ഫ്രഷ് ഓപ്പർച്യൂണിറ്റി നമുക്ക് മാർക്കറ്റ് തരും. നമ്മൾ മാറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ക്യാപിറ്റലൊക്കെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, സോ ഫണ്ടമെൻ്റൽസ് ടെക്നിക്കൽ സൈഡിൽ നിന്ന് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നിങ്ങൾ എന്താണോ ഇന്ന് നിങ്ങൾക്ക് ട്രേഡ് ചെയ്തേ പറ്റത്തുള്ളൂ എങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി. നമ്മൾ JPYയിൽ 154 കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് ഒരു ലോട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാർ 0.2 ലോട്ട് സെല്ലെടുക്കാം. ഓക്കെ, 154.40 മുകളിലായിട്ട് ടേക്ക് പ്രോഫിറ്റ് എടുക്കാം. ഇന്നലെ 144 എന്താ പറയുക, ട്രേഡ് എടുത്തിട്ടുള്ള എല്ലാ ആൾക്കാർക്കും സെല്ലെടുത്തിട്ടുള്ള ആൾക്കാർക്കൊക്കെ പ്രോഫിറ്റിലായിരിക്കും അവരെല്ലാവരും ഈ ഒരു ടൈമിൽ. അപ്പോൾ ഇന്നലെ 154 എടുത്തിട്ടുള്ള ആൾക്കാർ 154.469. നമ്മൾ 154 മുകളിലായിട്ട് 154.5 154.6 ഒക്കെയാണ് സ്റ്റോപ്പ് ലോസ് ഇടാൻ പറഞ്ഞത് അല്ലേ. അപ്പം അവിടെ വെച്ച് 154 വെച്ച് സെല്ലെടുത്തിട്ടുള്ള ആൾക്കാർക്ക് നല്ലൊരു പ്രോഫിറ്റ് ഓൾമോസ്റ്റ് ഇന്നലെ തന്നെ നമുക്ക്
150 ഓൾമോസ്റ്റ് ഒരു 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 80 പിപ്പോളം ഒരു ലോട്ട് എടുക്കുന്ന ആൾക്കാർക്ക് ഓൾമോസ്റ്റ് ഒരു $800 പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് ഇന്നലത്തെ ദിവസം യൂറോയിൽ. അപ്പം ഇന്നലത്തെ ദിവസമൊക്കെ നമുക്ക് നല്ല പ്രോഫിറ്റുകൾ തന്നെയല്ലേ. അപ്പം എന്തായാലും ഇന്ന് നമ്മൾ മാറി നിന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ പ്രോഫിറ്റ് തിങ്കളും ചൊവ്വയും നമുക്ക് തന്നിട്ടുണ്ട് മാർക്കറ്റ് അല്ലേ. അതേപോലെ തന്നെ 154 ഇനിയും കിട്ടുകയാണെങ്കിൽ ചെറിയ ലോട്ട് എടുത്ത് സെല് ചെയ്യാം എന്നുള്ളത് ആ ഒരു പോസിബിലിറ്റി മാത്രം നോക്കുക. അത് മാത്രമല്ല നമ്മുടെ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റിന് മുന്നേ ആയിട്ട് 2-3 മണിക്കൂർ മുന്നേ ആയിട്ട് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങുകയും ചെയ്യുക. അതേപോലെ യൂറോ നമ്മൾ നോക്കുകയാണെങ്കിൽ തൽക്കാലം യൂറോയിൽ ട്രേഡ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. ഈ ആഴ്ച ഒന്ന് കഴിയട്ടെ, കാരണം ഫ്രാൻസിൻ്റെയും ജർമ്മനിയുടെയും പൊളിറ്റിക്കൽ കണ്ടീഷൻ അത്ര നല്ലൊരു സുഖകരമായിട്ടുള്ളൊരു കാര്യത്തിലൂടെ ഒരു ഘട്ടത്തിലൂടെ അല്ല കടന്നു പോകുന്നത് കൊണ്ടിട്ട്. ഓക്കെ, സോ നേരെ നമ്മൾ GBPയിൽ വരുമ്പോൾ GBPയും ഇന്നലെ അത്യാവശ്യം നല്ലൊരു മൂവ്മെൻറ്റ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന 1.2700 അടുത്താണ്. എല്ലാ താഴ്ന്ന പോയിൻറ്റും ബൈ പോയിൻ്റ് എന്ന് വിചാരിച്ച് ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ് GBPയിലെ കാര്യം. നിങ്ങൾക്ക് നല്ല ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ ഈവൻ സ്റ്റോപ്പ് ലോസ് പോലും ഞാൻ എന്താ പറയുക, ഉറപ്പായിട്ടും സ്റ്റോപ്പ് ലോസ് വെക്കണം. പക്ഷേ എന്താ പറയുക, ഞാൻ മാക്സിമം GBP പോകാനുള്ള പോസിബിലിറ്റി 1.2500 വരെയാണ്. ഓക്കെ, സോ ഒരു ലോങ്ങർ ടേമിൽ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർക്ക് ഉറപ്പായിട്ട് ഈ ഒരു പോയിന്റിലൊക്കെ നല്ല ബൈ ചെയ്യാം. താഴെ കിട്ടിക്കഴിഞ്ഞാൽ അതിലും നല്ലത് 1.2600 കിട്ടിക്കഴിഞ്ഞാൽ അതിലും നല്ല ഒരു കാര്യമാണ്. 1.25 കിട്ടിക്കഴിഞ്ഞാൽ നല്ല ലോട്ട് എടുത്ത് നമുക്ക് ബൈ ചെയ്ത് ഹോൾഡ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, ലോങ്ങർ ടേമിലോട്ടുള്ള ആൾക്കാരാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോ 50 പിപ്പ് അല്ലെങ്കിൽ 100 പിപ്പ് വെച്ച് പ്രോഫിറ്റ് എടുത്ത് മാറാവുന്നതുമാണ്. ഓക്കെ, പക്ഷേ 1.2800 മുകളിലായിട്ടൊരു ഒരു ഭയങ്കര വലിയൊരു അപ്സൈഡ് ഉണ്ടാവും. അത് നമുക്ക് ഇനിഷ്യൽ ഘട്ടത്തിൽ തന്നെ ഒരു 500 പിപ്പോളം ഒരു മൂവ്മെൻറ്റ് നമുക്ക് തരുന്നതായിരിക്കും. 1.3300 അടുത്തൊക്കെ വന്ന് അതിനുശേഷം ഒരു 1 ഇയർ പോയിൻ്റ് ഓഫ് വ്യൂവിലൊക്കെ നോക്കുകയാണെങ്കിൽ 1.3800 ആ ഒരു ലെവലിലോട്ട് GBP പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം നമുക്ക് ഈ ഒരു പോയിന്റിൽ നമുക്ക് അതുകൊണ്ടിട്ട് തന്നെ 1.2800 നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. 1.2800 എന്ന് പറയുന്നൊരു പോയിന്റ് GBP കടക്കാനായിട്ട് ഭയങ്കരമായ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ അർത്ഥം അവിടെ ഒരുപാട് ബയേഴ്സ് പ്രസൻറ്റ്, ഒരുപാട് സെല്ലേഴ്സ് പ്രസൻ്റ് ഉണ്ട്. അതിൻ്റെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ബയേഴ്സ് പ്രസൻ്റ് ആവുകയും അവിടുന്ന് നല്ലൊരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, സോ നേരെ നമ്മൾ ഗോൾഡിലോട്ട് വരുമ്പം ഗോൾഡിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് 2630 വെച്ച് ബൈ കിട്ടിക്കഴിഞ്ഞാൽ ധൈര്യമായിട്ട് എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. 34 വരെ വന്നിട്ടുണ്ട്. 34 പോയിൻറ്റ് സം ചേഞ്ചിൽ 33 പോയിൻറ്റ് സം ചേഞ്ച് വരെയാണ് മാർക്കറ്റ് സഞ്ചരിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ഇന്നലെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് പോയിട്ടുള്ളത് 2633.10. സോ ആ ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ ബൈ എടുത്തിട്ടുള്ള ആൾക്കാർക്ക് മാർക്കറ്റ് ഓൾമോസ്റ്റ് ഒരു 18 പിപ്പ് ഒരു ലോട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാർക്ക് $1800 വരെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ് ഗോൾഡിലുള്ളൊരു കാര്യം. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റിൽ അങ്ങനെ പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് പ്രോഫിറ്റ് എടുത്ത് മാറുക എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ള കാര്യം. കാരണം മാർക്കറ്റ് 7 മണിക്ക് ശേഷം എന്താ സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല. ലോങ്ങർ ടേമിലോട്ട് പ്ലാൻ ചെയ്യുന്ന ആൾക്കാർക്കെടുത്ത് എനിക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ നേരത്തെ സ്റ്റോപ്പ് ലോസ് ഉറപ്പായിട്ടും 2633 ബൈ കിട്ടിയിട്ടുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ 34 ബൈ കിട്ടിയിട്ടുള്ള ആൾക്കാർ സ്റ്റോപ്പ് ലോസ് നിങ്ങളിപ്പം വെച്ചിട്ടുള്ളത് 22-ൻ്റെ താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കണമെന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ 22-ൻ്റെ താഴെയായിട്ട് 20 എങ്ങാനുമായിരിക്കും സ്റ്റോപ്പ് ലോസ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്റ്റോപ്പ് ലോസ് എടുത്തിട്ട് 2620 മാറ്റി ഒരു 2600 കഴിഞ്ഞ വട്ടത്തെ ലോവർ പോയിന്റ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിലൊരു നല്ലൊരു എന്താ പറയുക ഒരു ഒരു റെസിസ്റ്റൻസ് ഉള്ളൊരു പോയിൻ്റാണ് ഈ പർട്ടിക്കുലർ പോയിന്റ് 2638. ഓക്കെ, അതിന് $2-3 താഴെയായിട്ട് 2635 ലെവലിൽ 35 അതിൻ്റെ 35 ഒരു ബോഡി പോലും ഫോം ചെയ്തിട്ടില്ല. അവിടെ നമുക്ക് വേണമെങ്കിൽ ആ സ്റ്റോപ്പ് ലോസ് എടുത്ത് വെക്കാം. കാരണം മാർക്കറ്റ് ന്യൂസിൻ്റെ ടൈമിലെങ്ങാനും മാർക്കറ്റ് താഴോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് $1 പ്രോഫിറ്റിലായിരിക്കും നമ്മൾ അവസാനിപ്പിക്കുന്നത്. ഒരു ലോട്ട് എടുക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അറ്റ്ലീസ്റ്റ് $100 പ്രോഫിറ്റിലായിരിക്കും നമുക്ക് ട്രേഡ് അവസാനിപ്പിക്കാൻ പറ്റുന്നതെന്നുള്ളതാണ് അതിനകത്തുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.
ഓക്കെ. പക്ഷേ നേരെ മറിച്ച് മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണെങ്കിൽ നമുക്കൊരു ലോങ്ങർ ടേമിൽ നമുക്ക് മാർക്കറ്റിൻ്റെ എന്താ പറയുക നമ്മളുടെ പൊസിഷൻ ഹോൾഡ് ചെയ്യുകയും ആ പൊസിഷൻ നമുക്ക് എന്താ പറയുക 2730 വരെയുള്ളൊരു വലിയൊരു മൂവ്മെൻറ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാനും പറ്റും എന്നുള്ളതാണ് അതിനകത്തുള്ളൊരു കാര്യം. അപ്പം നിങ്ങൾ ഓരോ മുകളിലോട്ടുള്ള പൊസിഷനും ഇപ്പം ഫോർ എക്സാമ്പിൾ ഇന്ന് തന്നെ 2660 ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്രോസ് ചെയ്തിരുന്ന ഉറപ്പ് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ടൈമിങ്ങിൽ ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്റ്റോപ്പ് ലോസ് എടുത്ത് വീണ്ടും മാറ്റി 52ൻ്റെ താഴെയായിട്ട് വെക്കാവുന്നതാണ്. ഓക്കെ. അതിനുശേഷം 80 ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 70ൻ്റെ താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് എടുത്ത് മാറ്റി വെക്കാവുന്നതാണ്. ഓക്കെ. സോ 80 ക്രോസ് ചെയ്ത് 2700 ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 90ൻ്റെ താഴെയായിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് എടുത്ത് മാറ്റി വെക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഓരോ ബൗണ്ടറി പിടിച്ചടക്കുന്നത് കണക്ക് നമുക്ക് ഈ സ്റ്റോപ്പ് ലോസ് മാറ്റി വെക്കാവുന്നതാണ്. അങ്ങനെ വെക്കുമ്പോൾ ഒരു യൂസ് എന്താ വെച്ചാൽ നമുക്കിപ്പോൾ മാർക്കറ്റ് താഴോട്ട് പോയാൽ നമുക്ക് ചെറിയൊരു പ്രോഫിറ്റിൽ അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റിലായിരിക്കും നമ്മൾ അവസാനിപ്പിക്കുന്നതെന്നുള്ളതൊരു കാര്യം. പക്ഷേ മാർക്കറ്റിൻ്റെ ഫുൾ മൂവ്മെൻറ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ. സോ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക ഇന്നത്തെ ദിവസം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് ഇന്നത്തെ ദിവസം എനിക്ക് പറയാനുള്ളത് മാർക്കറ്റ് ഡിസ്കഷനിൽ. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് ഉറപ്പായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്താ പറയുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഞങ്ങളുടെ പുതിയ ഫ്രീ ഫോറക്സ് ട്രേഡിംഗ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അടുത്ത ആഴ്ച ഉണ്ടോ എന്നുള്ള കാര്യം ഇതേവരെ കൺഫേം ആയിട്ടില്ല, കാരണം ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ വരുന്നത് കൊണ്ടിട്ട് ഇതുവരെ കൺഫേം ആയിട്ടില്ല. പക്ഷെ എന്തായാലും എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴാണോ അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്, മാക്സിമം 1-2 വീക്ക് നുള്ളിൽ സ്റ്റാർട്ട് ചെയ്യും പുതിയ ബാച്ച്. അപ്പോൾ ഞാൻ ആ ഒരു സമയമാകുമ്പോഴത്തേക്കും നിങ്ങളെല്ലാവരെയും ആ ബാച്ചിലോട്ട് ഞാൻ കോർഡിനേറ്റ് ചെയ്തോളാം. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും മാർക്കറ്റ് ഡിസ്കഷന് നാളത്തെ മാർക്കറ്റ് ഡിസ്കഷൻ കാണുന്നത് വരെ ഗുഡ് ബൈ. നാളെയും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകളുള്ള ദിവസമാണ്. മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും ബെറ്റർ. സോ ഗുഡ് ബൈ.